വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണെങ്കിൽ ട്രൈപോഡ് എടുത്തില്ല. തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ റോഡിൻ്റെ നടുക്ക് നിന്നാണ് വ്ലോഗ് എടുക്കുന്നത്. കുറേ നാളായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ചേച്ചി. സോ ഫൈനലി ഹിയർ. അപ്പോൾ ഞാനിപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോകുന്നതാണ്. ട്യൂഷൻ തുടങ്ങിയതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ അച്ഛൻ ആ വഴി പോകുന്നത് കൊണ്ട് എനിക്ക് ലിഫ്റ്റ് തന്നു. മൈ ഡാഡി ഗിവ് മീ ലിഫ്റ്റ്. സോ ഡാഡിയുടെ കൂടെ ഞാൻ ഇങ്ങനെ വന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിലോട്ട് നടക്കുകയാണ്. കഴിഞ്ഞ് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി ബസ് സ്റ്റോപ്പിലാണ്, പക്ഷെ ബസ്സൊന്നും വരുന്നില്ല. അങ്ങടേക്ക് ബസ്സൊക്കെ കുറവാണ് എൻ്റെ സ്ഥലത്ത്. ഞാൻ ശരിക്കും അവിടെയാണ് നിൽക്കേണ്ടത്. നിൽക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പറ ബസ് സ്റ്റോപ്പിൽ തണലൊക്കെ കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടിയും ലൈസൻസും ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ബസ് കയറാൻ നിൽക്കുന്നത് ഞാൻ മാത്രമാണോ ഒന്ന് പറ. ലൈസൻസ് കിട്ടിയ പിന്നെ വണ്ടി ഓടിക്കാനുള്ള ത്വരയെ പോയി. ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. കനാലിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെ പോവാറൊന്നുമില്ല അധികമായിട്ട്. ഈ ചെടി കണ്ടോ? ഈ ചെടി ആക്ച്വലി ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ ലൈക്ക് റൂം മേക്ക് ഓവർ എന്ന് പറയുന്നൊരു ഷോർട്സിൽ ഞാൻ ആ ചെടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെ വെറുതെ നിൽക്കുക, പക്ഷെ ഇത് ചെടിച്ചട്ടിയിലാക്കി നട്ടാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. കണ്ടോ? വെറുതെ നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ കാണാൻ എന്ത് രസമാണ്, നൈസായിരിക്കും. ചെടിച്ചട്ടിയിലൊക്കെ നട്ടാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു ഭംഗി. നമ്മൾ ചെല്ലുമ്പോൾ ടെസ്സയുടെ ഒക്കെ റിയാക്ഷൻ നമുക്ക് നോക്കാട്ടോ. കുറച്ച് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഫേസിൽ സൺസ്ക്രീനൊക്കെ ഒന്ന് കളയാം. ഹായ്. അപ്പം ഞാൻ ഫ്രഷപ്പൊക്കെ ആയിട്ട് ഡ്രസ്സൊന്ന് മാറിക്കളഞ്ഞു. ബിക്കോസ് അത് ഭയങ്കര ചൂടെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ട്, ഇത് ആക്ച്വലി എൻ്റെ ചേച്ചിയുടെ ഒരു ടീഷർട്ടാണ്, പക്ഷെ ചേച്ചി വീട്ടിലില്ലാത്തതുകൊണ്ട് ഹു കേസ്. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് കുറച്ച് നേരം പഠിക്കാമെന്നാണ്. വെക്കേഷനായിട്ട് എന്താ പഠിക്കാമെന്നൊന്നും ചോദിച്ചേക്കരുത്. ആക്ച്വലി ഐ എം ഡൂയിങ് ACC അലോങ് വിത്ത് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് 2-3 ദിവസത്തേക്ക് മിസ്സായി ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ. അത് ഞാൻ കവറപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. സമയമാണെങ്കിൽ നട്ടുച്ച 12 മണി. നല്ല ചൂടെടുക്കുന്നുണ്ട്, പഠിക്കാനും തോന്നല്ല, അതേപോലെ ഉറക്കവും തോന്നുന്നുണ്ട്. പക്ഷെ പഠിച്ചാലേ പറ്റൂ. അപ്പോൾ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സസ് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ നോട്ട്ബുക്ക്.
വിശപ്പ് നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം, അതായിരിക്കും നല്ലത്. ആക്ച്വലി പുറത്ത് നിന്നപ്പോഴാണ് ഓർത്തത് അമ്മ നമ്മളോട് പട്ടിക്കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മറന്നുപോയി. അപ്പം നമുക്ക് ചോറ് കൊടുക്കാം, അല്ലെങ്കിൽ എന്നെ പിന്നെ വീട്ടിൽ കയറ്റില്ല. വേറൊന്നും തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചോറ് തന്നെ കഴിക്കാമെന്ന്. ഇപ്പം സമയം ഏകദേശം 1:30-2 മണി സംതിങ് ഒക്കെ ആയി. അപ്പം ചോറ് കഴിക്കാം. പക്ഷെ കഴിക്കണം, എന്താണെങ്കിലും നിങ്ങൾ ഉള്ളതുപോലെ കഴിക്കണം. കാരണം ഫുഡ് ഈസ് ഫസ്റ്റ്. നമ്മൾ വിശന്നിരുന്ന് ഒരിക്കലും പഠിക്കരുത്. ഫുഡും ഉറക്കവും കളഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഉറക്കവും ഫുഡും കഴിഞ്ഞിട്ടുള്ള പഠിത്തമുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചേക്കുന്നത്. നമുക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും മര്യാദയ്ക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിലും കോൺസെൻട്രേഷൻ കിട്ടില്ല, അത് മനസ്സിലാക്കണം. പക്ഷേ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറക്കം വരും, അത് വേറെ കാര്യം. പക്ഷെ കുഴപ്പമില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് മാങ്ങാക്കറി ആണുള്ളത്. മാങ്ങാക്കറി അതൊക്കെ കൂട്ടി കൊഴിച്ച് കഴിക്കാം അല്ലേ? ഞാൻ അത്ര ഫുഡി ഒന്നുമല്ല ഗൈസ്. പക്ഷേ ഫുഡ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും അല്ലേ? ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയി. അത് മാത്രമല്ല എൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എനിക്ക് വ്ലോഗിൻ്റെ ബാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ വൈകിട്ട് ചായ കുടിക്കുന്നു. അച്ഛൻ എനിക്ക് പപ്സ് മേടിച്ചത് ഗൈസ്, പപ്സ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന്. ഇനിയിപ്പോൾ വ്ലോഗ് കുറച്ച് നീണ്ടു പോകും, അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ വ്ലോഗ് എടുക്കാൻ ഒരു മൂഡില്ല. അപ്പോൾ ശരി, ബൈ.